ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 4 പടങ്ങളാണ് റിലീസായിട്ടുള്ളത്. അപ്പോൾ അതിൽ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞതാണ് ഞാൻ പോയി കണ്ടത്. അപ്പോൾ ബസൂക്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിവ്യൂ ആണ് ഈ വീഡിയോ. ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പടം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. തീരെ ടൈമില്ലാത്തവർക്ക് ഇത്രയും കേട്ടാൽ മതി. പിന്നെ ഇനി കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ സ്പോയിലർ ഒന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മമ്മൂട്ടിക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഈ അടുത്തൊന്നും പടത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ടൈറ്റിൽ എന്തായാലും ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു ഗംഭീര സംഭവമായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ തമിഴ് ഫിലിംസിൽ ഈയിടെ ആയിട്ട് കുറേ കാണുന്നതാണ്. എന്തായാലും മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട്. മുന്നത്തെ പടങ്ങളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ മലയാളത്തിലത്തെ ഒരു തുടക്കം തന്നെയാണ് ഇത്. എന്തായാലും ഗംഭീര സംഭവമായിട്ട് തോന്നി. പിന്നെ പടത്തിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട കാര്യം, ഇതിൻ്റെ ഡയറക്ടർ പുതിയ ഡയറക്ടറാണ്. മമ്മൂട്ടി ഓൾറെഡി ആ കാര്യം പറഞ്ഞിരുന്നു. പുതിയ ഡയറക്ടറിനെ വീണ്ടും ഞാൻ പരിചയപ്പെടുത്തുകയാണ് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഡീനോ ഡെന്നിസ്. ആളുടെ ഡയറക്ഷൻ കിഡ്ലനായിട്ടാണ് തോന്നിയത്. കിഡ്ലൻ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ ക്വാളിറ്റി പോസ്റ്റേഴ്സ് നമ്മൾ കണ്ടാണ്. പോസ്റ്റേഴ്സിലും എല്ലാത്തിലും ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതേമാതിരി ടീസറിലായാലും ട്രെയിലറിൽ കഴിഞ്ഞാലും പ്രീ റിലീസ് ടീസറിലായി കഴിഞ്ഞാലും അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അതേമാതിരി തന്നെ വിഷ്വലി ഗംഭീരമായിട്ട് തന്നെയാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പടത്തിന്റെ ഡയറക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പോസിറ്റീവ് പറയാനാണെങ്കിൽ ഇതിന്റെ BGM അല്ലെങ്കിൽ മ്യൂസിക് കൈകാര്യം ചെയ്ത ആള് സയ്യിദ് അബ്ബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ആള് കീഴിലെ മാർക്ക് തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള BGMs കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഗംഭീരമായിട്ടാണ് തോന്നിയത്. എന്തായാലും ആള് ലോഡിങ് ബസൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടൊക്കെ പുറത്തിറക്കിയാലും പ്രൊമോ സോങ് അതൊക്കെ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു പ്രൊമോ സോങ് ആയിരുന്നു ഇപ്പോൾ ഉപയോഗിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ തോന്നിയിരുന്നു. എന്തായാലും അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ആ പാട്ട് ഓൾറെഡി ഇഷ്ടപ്പെട്ട പാട്ടാണ്. ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. എന്തായാലും അത് ഗംഭീരമായി വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആയി കഴിഞ്ഞാലും കോസ്റ്റ്യൂംസ് ആയി കഴിഞ്ഞാലും കോസ്റ്റ്യൂംസ് ഒക്കെ ഉള്ള സംഭവമാണ്. ഒരു സ്റ്റൈലിഷ് പട രീതിയിൽ തന്നെയാണ് മൊത്തത്തിൽ പോയിട്ടുള്ളത്. എന്തായാലും അതിന്റെ കാര്യത്തിലൊക്കെ ഒരു രക്ഷയില്ല. അതേമാതിരി രീതിയിൽ വന്നിട്ടുള്ള കുറച്ച് കാറുകളുണ്ട്. ഒക്കെ ഒരു റേഞ്ച് സാധനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഗംഭീരമായിട്ടാണ് തോന്നി. പിന്നെ പടത്തിൽ നെഗറ്റീവ് എല്ലാം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സീനുകളൊക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയായിരുന്നു എന്നുള്ള രീതിയിൽ തോന്നി. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ വരിക, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഓരോന്ന് കാണിക്കുക. സ്പോയിലർ പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക കളയായിരുന്നു. അതേമാതിരി ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബിൽഡപ്പ് മാത്രമാണ്. ബിൽഡപ്പ് മീൻസ് ആ കഥയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സംഭവം മാതിരിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിയുമ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഫൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ബോറടിക്കാതെ കണ്ടുപോകും. ചില ലാഗ് കാര്യങ്ങൾ അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു നരേഷൻ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ലാഗ് പോലെ തോന്നാനും ചാൻസ് ഉണ്ട്. ഈ ഭാഗത്ത് തന്നെയാണെങ്കിൽ ഫുള്ള് പടം എന്നൊക്കെ തോന്നി പോകുന്ന രീതിയിലൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിലും പേഴ്സണലി എനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഈ അൺവാണ്ടഡ് സീൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ചില സമയത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവിടുന്ന് കുറച്ച് സ്ലോ മോഷൻ രീതിയിലാണ്ട് ആക്കും. അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റാനും തോന്നി. പിന്നെ അങ്ങനെ നെഗറ്റീവ് പറയാനുള്ളതൊന്നുമില്ല. ഇതാണ് എനിക്ക് മെയിനായിട്ട് നെഗറ്റീവായി തോന്നിയത്. പിന്നെ പറയാനുള്ളതാണെങ്കിൽ ഇതിൽ ക്യാമിയോസ് ഉണ്ട്. മുന്നേ നമ്മൾ പറഞ്ഞതിൻ്റെ പോലെ തന്നെ ഒരാളുണ്ട്. അതാരാന്നുള്ളത് ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് വേറൊരാൾ കൂടി ഉണ്ട്. ആളെ നമുക്ക് കുറേ ആയിട്ട് ഇപ്പോൾ പരിചയമുള്ള ഒരാളാണ്. ആരാന്നുള്ളത് കണ്ടിട്ട് തന്നെ അറിഞ്ഞാൽ മതി. പിന്നെ പടത്തിലത്തെ മെയിൻ ക്യാരക്ടേഴ്സായി വന്നതിൽ ഷൈൻ ടൗൺ ചാക്കോ ഉണ്ടായിരുന്നു. ഷൈൻ ടൗൺ ചാക്കോക്ക് വലിയ റോളൊന്നുമില്ല. ജസ്റ്റ് 2 സീനായിട്ടുള്ളൂ. ആ 2 സീനിൽ തന്നെ ആള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു പോയിട്ടുണ്ട്. സാധാരണ ആൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിലൊക്കെയാണ് വരാറ്. പക്ഷെ ഇതിലധികം സീനില്ലാത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ദിവ്യ പിള്ള ഉണ്ടായിരുന്നു. ദിവ്യ പിള്ളയുടെ ക്യാരക്ടറും വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. പക്ഷെ ആളും ഡീസൻ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ സുമിത് നവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ക്യാരക്ടർ ആളുടെ കുറച്ചുകൂടി സ്റ്റൈലിഷ് രീതിയിലുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. അതേമാതിരി പോലീസ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ സിദ്ധാർത്ഥ് വർദ്ധനും വേറെ 2 ആൾക്കാരുണ്ട്. ഒരു ലേഡി ക്യാരക്ടർ പേര് കറക്റ്റ് കിട്ടുന്നില്ല. സാനിയ എന്നാണ് പടത്തിൽ ആളുടെ പേര് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി വേറൊരു പോലീസ് ഓഫീസർ കൂടി ഉണ്ട്. അവരൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഐശ്വര്യ മേനോണ് ചില സമയത്ത് ഡള്ളായി തോന്നി, ചില സമയത്ത് ഓക്കെ ആയിട്ടും തോന്നി. അങ്ങനത്തെ രീതിയിലാണ് പോയിട്ടുള്ളത്. പിന്നെ അക്കീം ഷാജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ആളുടെ ഒരു ഗംഭീര ക്യാരക്ടർ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ആള് നല്ല രീതിയിൽ ആൾക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. അതേമാതിരി ആൾക്ക് അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉണ്ട്. എന്തായാലും അത് ഗംഭീരമായി തോന്നി. പിന്നെ എടുത്ത് പറയാനുള്ളത് ബെഞ്ചമിൻ ജോഷുവ എന്ന് വെച്ചാൽ ഗൗതം വാസുദേവ് മേനോന്റെ ക്യാരക്ടർ. ആള് ഭീകരമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ആളുടെ എൻട്രിയാണ് എനിക്ക് ഈ പടത്തിൽ എല്ലാവരും എൻട്രി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. സയ്യിദ് അബ്ബാസിന്റെ BGM കൂടിയിട്ട് വേറെ ലെവലായിട്ട് തോന്നി. നിങ്ങൾക്ക് അത് അഭിപ്രായമാണെങ്കിൽ എന്തായാലും ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ഒരു കിട്ടുന്ന സംഭവം തന്നെയായിരുന്നു. എന്തായാലും മമ്മൂട്ടി മാത്രം തന്നെ ആൾക്കും സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ട്. ഈ പടത്തിൽ നല്ലൊരു ക്യാരക്ടറിനെ തന്നെയാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അഫ്കോഴ്സ് മമ്മൂട്ടി എല്ലാത്തിലും തകർക്കണ പോലെ ഇതിലും തകർത്തിട്ടുണ്ട്. ആളുടെ അഭിനയത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ആൾ ഗംഭീരമായിട്ട് തന്നെ ചെയ്യുന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ചെയ്തിട്ടുള്ളൂ. എന്തായാലും പടത്തിൽ ആൾക്ക് ഫുള്ളി സ്റ്റൈലിഷ് രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചില ഡയലോഗ്സ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡയലോഗ്സ്. മാസ് എന്നുള്ള രീതിയിലല്ല, ഒരു ക്ലാസ് രീതിയിലുള്ള സംഭവങ്ങളാണ്. പിന്നെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് വരാണ്ട്. ലാസ്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇത് നിങ്ങൾ കണ്ടിട്ട് തന്നെ അറിയാം. ആ ട്വിസ്റ്റിൽ ആളുടെ ഒരു അഴിഞ്ഞാട്ടുണ്ട്. അത് വേറെ ലെവൽ തന്നെയാണ്. എന്തായാലും കണ്ടെന്നെ അറിയണം. ഒരു ഭീകര സാധനം എന്ന് വെച്ചാൽ ഭീകര സാധനം തന്നെയാണ്. അതേമാതിരി ആ സമയത്തുള്ള ഒരു സംസാര രീതിയും കാര്യങ്ങളൊക്കെ ഗംഭീരമായി തോന്നി. വെച്ചാൽ ലാസ്റ്റിൽ ആ പടാണ്ട് റേഞ്ചാണ് മാറുകയാണ് മൊത്തത്തിൽ. അതോട് കൂടിയിട്ട് ഈ പടം കണ്ടിട്ട് നിരാശ തോന്നിയവർക്ക് പോലും ഭീകരാവാനുള്ള ചാൻസസ് ഉണ്ട്. നിരാശ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ബിൽഡപ്പ് അല്ലെങ്കിൽ ആ കഥയിലേക്ക് വരാനുള്ള ഒരു സംഭവമാണ് ഫസ്റ്റ് മൊത്തം കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ കൺസെപ്റ്റ് ഒരു ഗെയിം രീതിയിലുള്ള ആയതുകൊണ്ട് തന്നെ കുറെ പേര് കണക്ട് ആവാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കിയിട്ട് പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഓരോ പസിൽ സോൾവ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലുള്ള പടം തന്നെയാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഭീകരം തന്നെയാണ്. കാരണം സയ്യിദ് അബ്ബാസിന്റെ BGM തന്നെ
കീഴുള്ള സംഭവമാണ്. പിന്നെ ആള് ഞാൻ പറഞ്ഞ ഡയറക്ഷൻ ചെയ്തുള്ള സൂപ്പറാണ്. പിന്നെ അഭിനയിച്ചവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എന്നുവെച്ചാൽ ചിലവർ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി അതേമാതിരി ഹക്കീം ഷാജഹാൻ, ഗൗതം വാസുദേവൻ ഇവരൊക്കെ കിടലനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള പടമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അടിപൊളി പടം. റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10 8 ആയിട്ട് കൊടുക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായി റിവ്യൂസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.